എല്ലാവർക്കും കിസ്മിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. വെണ്ടയ്ക്ക ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മെഴുക്കുവരട്ടി തയ്യാറാക്കാനായിട്ട് ഇവിടെ 400 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് കഴുകിയെടുത്ത ശേഷം നന്നായിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കൊട്ടിക്കളയണം, അല്ലെങ്കിൽ നമ്മളിത് വേവിക്കുമ്പോഴേക്കും ഇതിലെ വഴുവഴുപ്പൊക്കെ കൂടുതലായിരിക്കും. ഇതിൻ്റെ അറ്റം ഒന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പൊട്ടി വരുവാണെങ്കിൽ നല്ല പിഞ്ച് വെണ്ടയ്ക്കയായിരിക്കും. അപ്പോൾ നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ തയ്യാറാക്കാനായിട്ട് നല്ല പിഞ്ച് വെണ്ടയ്ക്കയാണ് കൂടുതൽ നല്ലത്. ഇനി വെണ്ടയ്ക്കയുടെ രണ്ടറ്റം കട്ട് ചെയ്ത് മാറ്റാം, എന്നിട്ട് ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കാം. കേട്ടോ, ഇപ്പോൾ വെണ്ടയ്ക്ക മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഈ വലുപ്പത്തിലുള്ളൊരു സവാള കൂടി വേണം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ അത് ചേർത്താൽ മതി. ഇനി ഇത് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം. വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് അരിഞ്ഞെടുത്താലും മതി. ഇനി ഒരു ഇരുമ്പ് കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെണ്ടയ്ക്കയൊക്കെ തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഇരുമ്പ് കടായിയാണ് കൂടുതൽ നല്ലത്. അപ്പോൾ വെണ്ടയ്ക്കയുടെ ആ ഒരു സ്റ്റിക്കിനെസ്സും വളരെ കുറവായിരിക്കും. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് മുഴുവനും പൊട്ടിയ ശേഷം 2 ഉണക്കമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വെണ്ടയ്ക്ക വേവിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉപ്പൊന്നും ചേർക്കാൻ പാടില്ല. വെണ്ടയ്ക്ക കുറച്ച് വെന്ത് അതിലെ വഴുവഴുപ്പൊക്കെ ഒന്ന് കുറഞ്ഞ ശേഷം മാത്രമേ ഉപ്പ് ചേർക്കാവുള്ളൂ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്താൽ ഇതിൻ്റെ വഴുവഴുപ്പൊക്കെ ഒത്തിരി കൂടുതലായിരിക്കും. പിന്നെ ഇത് മൂടി വയ്ക്കാതെ തുറന്നു വെച്ച് തന്നെ കുക്ക് ചെയ്യാൻ നോക്കുക. മൂടി വെച്ചാൽ ഇത് കൂടുതൽ കുഴഞ്ഞു പോകും. വെണ്ടയ്ക്ക ഇട്ട ശേഷം 2-3 മിനിറ്റ് തീ കൂട്ടി വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ വഴുവഴുപ്പ് വരുമ്പോൾ 1/2 ടീസ്പൂണോളം വിനീഗർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വിനാഗിരിക്ക് പകരം അല്പം നാരങ്ങാനീരോ തൈരോ ചേർത്താലും മതി. ഇപ്പോൾ വെണ്ടയ്ക്ക കുറച്ച് വെന്ത് അതിൻ്റെ വഴുവഴുപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെണ്ടയ്ക്കയും സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി സോഫ്റ്റ് ആവുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്തിന് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഇടിച്ച മുളക് ചേർക്കാം. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് സമയം കൂടി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കുറച്ചും കൂടി മൊരിഞ്ഞ് പരുവത്തിലെടുക്കണമെങ്കിൽ അല്പം കൂടി വെളിച്ചെണ്ണ ചേർത്തിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഞാനിതിലേക്ക് അല്പം ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടില്ല, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു അളവിൽ ചേർക്കാമെങ്കിൽ അധികം ഗരം മസാലയുടെ സ്മെല്ലൊന്നും ഉണ്ടാവത്തുമില്ല, ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ തന്നെ നമ്മൾ വെച്ചിരുന്നാൽ ഈ കടായിയുടെ ചൂട് കാരണം കുറച്ചും കൂടി ഒന്ന് മൊരിഞ്ഞു വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഇത് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൽ വഴുവഴുപ്പ് കുറയാനായിട്ട് പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ തയ്യാറാക്കുക. പിന്നെ വെണ്ടയ്ക്ക വെന്ത ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. വഴുവഴുപ്പ് വരുമ്പോഴും അല്പം വിനീഗർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ ടിപ്സൊക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ കമൻസിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും നന്ദി.